അത് അടുത്തതായിട്ട് പറയാനുള്ളത് മോഡേൺ ട്രെൻഡ്സ് ഇൻ ടാക്സോണമി, അതായത് വർഗീകരണ ശാസ്ത്രത്തിലെ ആധുനിക രീതികളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പഠിച്ചു. ആർച്ച് വിറ്റാക്കറിന് ഏതൊക്കെയായിരുന്നു? കിങ്ഡം, മൊനിയറ, പ്രൊട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ് ആൻഡ് അനിമേലിയ. ഇവിടെ വരുമ്പോൾ കാൾബോസ് എന്ന ശാസ്ത്രജ്ഞൻ പിന്നീട് 5 കിങ്ഡം ക്ലാസിഫിക്കേഷനെ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആയിട്ട് തിരിച്ചതാണ് പറയുന്നത്. In the past, knowledge of the peculiarities of microorganisms like bacteria was limited. അതായത് പഴയ കാലത്ത് ബാക്ടീരിയയുടെ ഒക്കെ നോളജ്, അറിവ് എന്ന് പറയുന്നത് ഭയങ്കര കുറവായിരുന്നു. Later it was found out that Archaebacteria belong to the kingdom Monera are different from other bacteria. അതായത് അവരുടെ ഡിഫറൻസ് സ്വഭാവമാണെന്ന് കണ്ടപ്പോൾ അവരെ വീണ്ടും എന്തായി വർഗീകരിച്ചു എന്നാണ് പറയുന്നത്. എങ്ങനെയൊക്കെ രീതിയിലാണ് വർഗീകരിച്ചതെന്ന് നോക്കാം. The kingdom Monera was further divided into 2 kingdom. അതായത് മൊനിയറ കിങ്ഡം പിന്നീട് രണ്ടായി വിഭജിച്ചു. അത് ഒന്ന് ആർക്കെ, ഒന്ന് ബാക്ടീരിയ എന്ന് വിഭജിച്ചു. അതേപോലെ തന്നെ ആർക്കേക്കും ബാക്ടീരിയക്കും ഡൊമൈൻ എന്ന പേരും കൊടുത്തു. ഇങ്ങനെ വർഗീകരിച്ചിട്ടുള്ള ആളുടെ പേരാണ് കാൾബോസ്. ഈ ഫോട്ടോയിൽ കാണപ്പെടുന്ന ആളാണ് ആര്? കാൾബോസ് എന്ന അമേരിക്കൻ സയന്റിസ്റ്റ്. നമുക്ക് നോക്കാം. ആദ്യകാലങ്ങളിൽ ബാക്ടീരിയ പോലുള്ള സൂക്ഷ്മജീവികളുടെ സവിശേഷതകളെ കുറിച്ച് അറിവ് പരിമിതമായിരുന്നു. മൊനിയറ കിങ്ഡത്തിൽ ഉൾപ്പെട്ടിരുന്ന ആർക്കബാക്ടീരിയ എന്ന വിഭാഗം കോശഘടനയിലും ജീവധർമ്മങ്ങളിലും മറ്റു ബാക്ടീരിയകളിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് കണ്ടെത്തി. തുടർന്ന് മൊനിയറ എന്ന കിങ്ഡത്തെ വിഭജിച്ച് ആർക്കിയ ബാക്ടീരിയ എന്നീ 2 കിങ്ഡങ്ങളാക്കി മാറ്റി. ഈ പിക്ചറിലോട്ട് നോക്കിയാൽ ശരിക്ക് അറിയാം. എന്തെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് കിങ്ഡം മൊനിയറ, പ്രൊട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, അനിമാലിയ എന്നാണ് ഉണ്ടായിരുന്നത്. ഈ കിങ്ഡം മൊനിയറയെ സബ് ഡിവൈഡ് ചെയ്തിട്ടാണ് കിങ്ഡം പ്രൊട്ടിസ്റ്റ ആൻഡ് കിങ്ഡം ആർക്കെ എന്നീ 2 ഗ്രൂപ്പുകളായിട്ട് മാറിയിട്ടുള്ളത്. അതേപോലെ തന്നെ കിങ്ഡം പ്രൊട്ടിസ്റ്റയുടെയും ആർക്കയുടെയും മേലെ ഡൊമൈൻ എന്ന പേരും ചേർത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ അതുപോലെ തന്നെ കിങ്ഡം പ്രൊട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, അനിമാലിയ എന്നീ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ടോട്ടൽ എത്ര കിങ്ഡങ്ങളായി? 1, 2, 3, 4, 5, 6. അതായത് കിങ്ഡം ബാക്ടീരിയ, കിങ്ഡം ആർക്കിയ, കിങ്ഡം പ്രൊട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചൈ, കിങ്ഡം പ്ലാന്റ് ആൻഡ് കിങ്ഡം അനിമേലിയ. ഇപ്പൊ ടോട്ടലി 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആയി അല്ലേ? അതായത് 5 കിങ്ഡം ആർച്ച് വിറ്റാക്കറിന്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പിന്നീട് കാൾബോസ് എന്ന അമേരിക്കൻ സയന്റിസ്റ്റ് 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആക്കി മാറ്റിയിട്ടുണ്ട്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വിഭജിച്ചതെന്ന് ചോദിച്ചാൽ മൊനിയറ കിങ്ഡത്തിൽ ഉൾപ്പെട്ടിരുന്ന ആർക്കബാക്ടീരിയ എന്ന വിഭാഗം കോശഘടനയിലും ജീവധർമ്മങ്ങളിലും മറ്റു ബാക്ടീരിയകളിൽ നിന്ന് വ്യത്യസ്തമായതുകൊണ്ടാണ് എന്ത് ചെയ്തത്? ഈ മൊനിയറയെ 2 ആയിട്ട് വിഭജിച്ചത്. ഇതിന്റെ റീസണും ഇവിടെ തന്നെ പറയുന്നുണ്ട്. ഓക്കെ.